തച്ചമ്പാറയ്ക്ക് തച്ചമ്പാറ എന്ന് വന്ന പേര് വന്നതിനെ പറ്റി വല്ല ഐതിഹ്യങ്ങൾ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? ചന്ദ്രനെ ചോദിച്ച ചോദ്യം പലവട്ടം എന്റെ മനസ്സിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. എങ്ങനെയാണ് തച്ചമ്പാറ എന്ന പേര് വന്നത്? ഞാൻ അതിനെ കുറിച്ചിട്ട് TC മാഷെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഓർക്കാതിരിക്കാൻ പറ്റില്ല. മാഷ ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ രൂപത്തിലും ഇവിടുത്തെ ദളിതരുടെയും സാധാരണക്കാരുടെയും വലിയൊരു ആശ്രയമായിരുന്നു. അതിന് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു അച്ചട്ടോ രീതികളോ ഒന്നുമില്ല. ആര് വന്ന് പറഞ്ഞാല് പറ്റാവുന്ന വെച്ചു. TC മാഷ് ആ കാലഘട്ടത്തിൽ വലിയൊരു സാമൂഹ്യ പ്രവർത്തനം നടത്തിയിരുന്നു. റേഷൻ കാർഡ് അതിലേക്ക് ഞാൻ വരാം. ഈ തച്ചമ്പാറ ഞാൻ അങ്ങനെ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഒരാൾക്ക് തച്ചമ്പാറ എന്നുള്ള പേര് വന്നത് എന്തുകൊണ്ടാണെന്നൊരു ചരിത്രം പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. മൺമറഞ്ഞു പോയ പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ വന്നു. ഇപ്പൊ ചന്ദ്രൻ പറഞ്ഞ മാതിരി തന്നെ മലബാർ മാനുവലിൽ ഇത് രേഖപ്പെടുത്തിയിരുന്നത് ഞാൻ വായിച്ചിട്ടില്ല, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നീട് ഞാൻ അയച്ചു പിന്നെ ഈ മുതുകുറിശിക്ക് എങ്ങനെ ഈ പേര് വന്നു? അതിനൊന്നും ഒരു ഐതിഹ്യം പറയാനില്ല പേര് വന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ അതിലേക്ക് ഞാൻ പിന്നെ ഒരുപാട് വ്യാപരിച്ച് പോയില്ല. എന്ന് വെച്ചാല് അത് നമുക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട്. പഴമക്കാർക്ക് പോലും അത് പറയാൻ കഴിയാത്ത ഒരു സംഭവത്തിൽ നമ്മൾ കടിച്ചു തന്നിട്ട് കാര്യമില്ല. അത് തച്ചമ്പാറ അങ്ങനെ വന്നു. അത് അന്ന് പണ്ട് പോലെ അങ്ങനെ വന്നിരുന്നു. എന്തായാലും തച്ചമ്പാറക്ക് ഒരു പ്രാധാന്യം വന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതാണ് ഈ മലബാർ മാനുവലിൽ വന്നു എന്നിപ്പോ ചന്ദ്രൻ വായിച്ചു. ഞാനത് കേട്ടതാണ്. വായിച്ചു എന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോ എനിക്കത് അത് സ്ഥിരീകരണമായി. അപ്പൊ വന്നു എന്നുള്ളത് വന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതെന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാല് കടകളെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ഒരുപാട് കടകൾ വിട്ടുപോയി അവിടെ. ആ ഹോട്ടലിൽ പറഞ്ഞു വന്നു, പലചരക്കടയും പറഞ്ഞ് ചമ്പേരിക്ക് കിടന്ന് അങ്ങനെ പോവുക നമ്മൾ ചെയ്തില്ല. ജൗളിക്കട പപ്പേട്ടിന്റെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ നാട്ടുകാരുടെ കല്യാണത്തിനും കാതുകുത്തിനും സകലമാന പേര് എടുത്തിട്ട് എഴുതി വെക്കല അവിടെ ഒരു കട. ചന്ദ്രൻ ഓർമ്മയില്ലേ? ഓണത്തിനും വിഷുവിനും ചെന്ന് കഴിഞ്ഞാല് അത് എഴുതി വെക്കും, എടുത്തോ. മൂപ്പര് കുറച്ച് ഗൗരവത്തിലല്ലേ, പക്ഷെ മനുഷ്യസ്നേഹിയായിരുന്നു. മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനായിരുന്നു. അത് തന്നെ. ഓരോരുത്തരെയും മൂപ്പർക്ക് എല്ലാവരും അറിയാലോ. ഒരു വീട്ടുകാരെത്രയാണ്, ആ വീട്ടിൽ അവനെടുക്കാൻ കഴിയുന്ന രീതി എത്രയാണ്, അതെല്ലാം അദ്ദേഹം പഠിച്ചിരുന്നു. പിന്നെ ആരോടും ഒരു വിവേചനം ഉണ്ടായിരുന്ന മനുഷ്യനല്ല, നല്ല മനുഷ്യനായിരുന്നു. പിന്നെ അങ്ങനെ ചിരിയും വർത്താനൊന്നും വലിയ ഇല്ല, ഗൗരവം ഉള്ള ഭാവമായിരുന്നു. കോൺഗ്രസിന്റെ സജീവമായി ഇവിടുത്തെ ഒരു നേതാവായിരുന്നു. പിന്നെ പെരുമാൾജിയൊക്കെ വന്നതിന് ശേഷമാണ് മൂപ്പര് കുറച്ചൊന്ന് അത് കൊടുക്കണമായിരുന്നു. വീരാലിക്കട ഞാൻ ആ കട കാണുമ്പോ വീരാലിക്കട എനിക്ക് ഓർമ്മയിൽ ഞാൻ കാണുന്ന സമയത്ത് എന്റെ കച്ചവടത്തിന്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു പോയൊരു സമയം എനിക്ക് ഓർമ്മയുള്ളത്. അന്ന് പപ്പേട്ടന്റെ കട വന്നു. അതിനു മുമ്പുള്ള കടയാണ് എത്ര വീരാലിക്കട, വെട്ടിക്കലടി വീരാലിക്കട കട. അല്ല, കറുത്തൊരു മനുഷ്യൻ ഷർട്ട് ഇടാതെ ഒരു ഷർട്ട് ഇട്ടിട്ടേയും കടയിലേക്ക് വരും. അത് അല്ലേ, അവരാണ് പിന്നെ ഒരു ഓയിൽ മില്ല് തുടങ്ങിയത് അവിടെ. ഇപ്പോഴും ഓയിൽ മില്ല് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുണ്ട്. അതുപോലെ ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ സയ്യിദ് ഖാന്റെ അപ്പൊ കൊടുവാളി കുഞ്ഞാമുട്ടിക്ക ആദ്യത്തെ ടൈലറാണ്. ടൈലർ ആദ്യത്തെ ടൈലർ. പിന്നാണ് നമ്മൾ ടൈലർ ഹംസക്ക. പക്ഷെ ടൈലർ ഹംസക്കാണ് ടൈലർ ഹംസ എന്നുള്ള പേര് വന്നത്. കുഞ്ഞാമുട്ടിക്കല്ല അതിന്റെ പേര് കറക്റ്റ്. മൂപ്പരാം തുണികൾ ഉണ്ടാക്കി പെഞ്ഞാണ് എപ്പോഴും ഇടുക. അല്ല, ചെറിയ ഓർമ്മയുണ്ടോ? പിന്നെ കുഞ്ഞു മുഹമ്മദിന്റെ ശേഷം ഇവരുടെ പേര് ഈയിടെ അടുത്ത കാലത്ത് മരിച്ചു. അദ്ദേഹം അവിടെ കുറച്ച് കൂനുള്ള അദ്ദേഹത്തിന്റെ വീട്ടുപേരും പേരും ഞാൻ മറന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞാല് അബുക്കാന്റെ കട മറക്കാൻ പറ്റുമോ? പെട്ടിപ്പിടി അബുക്കാന്റെ കട, അതായത് അക്ബറിന്റെ പവറിന്റെ. അദ്ദേഹത്തിന്റെ കടയിൽ കിട്ടാത്തൊരു സാധനങ്ങളും സ്റ്റേഷനറി ഇല്ല. അന്ന് നമ്മൾ പുസ്തകം വാങ്ങിയിരുന്നു. ഓർമ്മയുണ്ടോ? എന്തൊരു ഓർമ്മയുണ്ടോ? സ്റ്റോർ വരുന്നതിന് മുമ്പ് സ്റ്റോർ അന്ന് സ്കൂളിലുണ്ട്, പക്ഷെ പുസ്തകം പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. ആ ബുക്ക് അത് കൊണ്ടുവരും. സാധനം ഉണ്ടായിരുന്നു. അവിടെയാണ് പന്തക്കുറ്റിയുടെ ഏറ്റവും വലിയ കച്ചവടം. അതുപോലെ ഇന്ന് അതിന്റെ സാധ്യതകളില്ല. ഇപ്പൊ ടൗണുകളിലൊക്കെ മോട്ടോർ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്നു, കാർ വാടകയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞ മാതിരി അന്ന് സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന പ്രധാന കേന്ദ്രമാണ് സൈക്കിളും പെട്രോൾ മാക്സും. അതിനെ റിപ്പയർ ചെയ്യാൻ ഒരാളും. അത് എന്തൊരു ഓർമ്മയുണ്ടോ? 25 പൈസ ഒരു മണിക്കൂർ അതിലെടുത്ത് ചവിട്ടി പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് മൂപ്പര വലിയ വയറൊക്കെ വെച്ചൊരു എപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത്. അതിലെ ഒരു പ്രത്യേക അരങ്ങായിരുന്നു മൂപ്പര്. അതുപോലെ പിന്നെ ഒരു കവിത പ്രസ് ഉണ്ടായിരുന്നു. അല്ല, ഇത് കവിതയല്ലല്ലോ, അതിന്റെ പേര്
ആണോ? കൽതപ്പ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ഇവര് സുവാർത്ത അതൊക്കെ പിന്നീട് വന്നു. പിന്നീട് വന്നത് മൂപ്പരിൽ നിന്ന് എടുത്തതാ. കുരുവള്ള. അത് അപ്പൊ അവിടെ ഡോക്ടറെ കെട്ടിടം. പിന്നെ മുനിസിപ്പാലിറ്റി ട്യൂട്ടോർ കോളേജ്, അതുപോലെ പല്ല് ഡോക്ടറുടെ ജോൺ മാത്യു. അതൊരു മറക്കാൻ പറ്റില്ല. പള്ളി ഡോക്ടറെ ഞങ്ങളെ എപ്പോഴും വലിയ ഒരു അന്ന് ഈ പല്ലെടുക്കാന്ന് പറഞ്ഞത് പല്ലെടുക്കാൻ മാത്രമേ അറിയുള്ളൂ മൂപ്പർക്ക്. അതുണ്ടായിരുന്നു. ഗുപ്തറുടെ കട, പാപ്പുട്ടിച്ചേട്ടന്റെ ടൈലർ ഷോപ്പ് കട ഉണ്ടായിരുന്നു. നാലാങ്കണ്ട കുഞ്ഞാപ്പൊക്കെ വലിയ കച്ചവടക്കാരൻ അവിടുത്തെ. നാലാങ്കണ്ട കുഞ്ഞാപ്പ് ഇപ്പൊ നേരത്തെ അല്ല, അതിനൊന്ന് കുഞ്ഞമ്മമാരിയാറ് കിട്ടുന്ന കച്ചവടം. അദ്ദേഹത്തിന് ആദ്യം സോഡ ഫാക്ടറി ഇവിടെ തുടങ്ങുന്ന മൂപ്പര കുഞ്ഞാപ്പക്കാണ്. അത് അതുപോലെ വാപ്പക്ക സോഡ ഫാക്ടറി തുടങ്ങി. അതിനു മുമ്പ് നമ്മുടെ സോഡ കുഞ്ഞപ്പന്റെ ഏട്ടൻ മുതുകുരിശി കുഞ്ഞപ്പന്റെ ഏട്ടൻ സോഡ കുഞ്ഞപ്പന്റെ പേര് വന്ന അങ്ങനെയാണല്ലോ ഇവിടെ തുടങ്ങി. പിന്നെ അതുപോലെ കള്ളുഷാപ്പ് ആദ്യം ഇവിടെ വരുന്നത് അച്ഛനും സുകുമാരൻ അപ്പനോടെ കൂടിയിട്ട് ഉണ്ടായിരുന്നു. ശങ്കരേട്ടൻ ഇപ്പൊ നമ്മുടെ നെയ്മാബശ്ശേരില്ലേ നിൽക്കുന്നതിന് തൊട്ട് കിടക്കുന്ന സ്ഥലത്ത് ചാരാ ഷാപ്പായിരുന്നു. അന്ന് പാറക്കോട്ട് കുമാരേട്ടന്റെ ചാരാ ഷാപ്പാ. അവന്റെ തനേഷ് ടാക്കീസ് എന്ന് പറയുമ്പോ അതിനു മുമ്പ് ഒരു ചരിത്രമുണ്ട്. അതിനു മുമ്പ് ഇവിടെ തിയേറ്റർ ഉണ്ടായിരുന്നു നിങ്ങളുടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇല്ലേ, രാധാകൃഷ്ണ തിയേറ്റർ. അത് ഈ കൊട്ടിയൂർ ബാലകൃഷ്ണ പണിക്കരായിരുന്നു. അത് കൂടാതെ സ്കൂളിന്റെ അപ്പുറത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ, അതിന്റെ പേര് ശ്രീകൃഷ്ണൻ എന്തായിരുന്നു അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഉണ്ടല്ലേ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൂത്തനാട് പാപ്പച്ചേട്ടൻ തനേഷ് ടാക്കീസ് പണിയുന്നത്. അത് ഈ നമ്മുടെ അപ്പൂട്ടനായരുടെ പുത്തൂർ അപ്പൂട്ടനായർ പപ്പേട്ടന്റെ ജ്യേഷ്ഠന്റെ സ്ഥലമായിരുന്നത്. ആ സ്ഥലത്താണ് പിന്നെ തിയേറ്റർ. അത് പിന്നെ ഒരുപാട് കാലം നിന്നു. അതുപോലെ അന്നത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മ വരുമ്പോഴേ ഈ അരി ഇല്ലാത്തൊരു കാലഘട്ടം വന്നിട്ടുണ്ട്. അത് ചന്ദ്രൻ ഓർമ്മയുണ്ടോ? എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് അരി കൊണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അന്ന് കച്ചവടക്കാർ ഇവിടുന്ന് പോകും. അല്ല, ഇത് എനിക്ക് അങ്ങനെ അനുഭവം പറയാനില്ലെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയും അരി ഇല്ലാത്തൊരു അവസ്ഥ വന്നിരുന്നു. എന്നിട്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് സ്ത്രീകൾ കള്ളക്കടത്ത് അരി കൊണ്ട് അത് വാങ്ങാൻ വേണ്ടി പോയിട്ട് അത് വാങ്ങിയിട്ട് കച്ചവടക്കാർ വന്നിട്ട് ഇവിടെ വിതരണം ചെയ്തിരുന്ന. അതുപോലെ നെല്ല് ഈ ഉണക്കി റോട്ടിട്ട് ഉണക്കിയിട്ട് കുത്തിക്കൊണ്ടിരുന്ന ഉമ്മമാര്, അതൊക്കെ തച്ചന്മാരുടെ ചരിത്രമാണത്. അന്ന് ലിറ്ററിനാണ്, തൂക്കല്ല, സ്ഥിരം ലിറ്റർ നടന്നിട്ടാണ് ഈ അരി കൊടുക്കുക. വട്ടിക്കകത്ത് വലിയ വട്ടിക്കകത്ത് അരി നിറച്ച് വെച്ച് ഓർമ്മയുണ്ടോ? അത് നാലാങ്കണ്ണം കുഞ്ഞാപ്പക്കാരുടെ കടയില് അതിന്റെ ഉണ്ണിയേട്ടൻ ലിറ്റർ ഉണ്ണിയേട്ടൻ ചായപ്പീടിയ. അതെ. എപ്പൊ അങ്ങനെ മൂപ്പര് അദ്ദേഹത്തിന്റെ ഒരു ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാം, ഇപ്പൊ ഈ കടകളില് ടൈലർ ഷോപ്പ് കൂടാതെ ഈ അംശക്കാരെ കൂടാതെ പിന്നെ ഉണ്ടായിരുന്നു ടൈലർ ഷോപ്പുകൾ. മുകളില് ഉണ്ടായിരുന്നു അല്ലേ, മുകളിലുണ്ടായിരുന്നു. പിന്നെ ഈ ട്യൂട്ടോറിയൽ കോളേജ് വന്നിരുന്നു. ഞാൻ ചിലത് വിട്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സിദ്ധിയുടെ കോയമ്മക്കടെ. അതെ, ഞാൻ പറയാൻ വന്നെന്തറിയേ, അന്നത്തെ കാലത്ത് ഈ മലപ്പുറം ഭാഗത്തുനിന്ന് പെരുന്തൽമണ്ണ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു കപ്പ കൃഷി, അവർ നല്ലോണം പച്ചക്കറി കപ്പ കൃഷിയെല്ലാം ചെയ്യുന്നവരാണ്. അവിടുന്ന് ലോറിക്ക് കപ്പ കൊണ്ടുവന്നിരുന്നു. ഇത് കൊണ്ടിരുന്നത് കാത്തു നിൽക്കുന്ന ഒരു 4 മണി 4:30 മണിക്ക് എന്തിനത് ഓർമ്മല്ലോ, കടയുടെ സൈഡിൽ കൂടെ മുഴുവൻ ആൾക്കാരായിരിക്കും. ദാരിദ്ര്യമാണ്. ചെറിയ പൈസക്കാണ് കപ്പ. അവര് മുക്കാലിയിൽ ത്രാസ് നോക്കിയിട്ടുണ്ടാവും. ഒരു 3 കാലിങ്ങനെ നീട്ടി വെക്കും. ഓരോ സ്റ്റോപ്പിലും നിർത്തി വരികയാണ് അവര്. അത് വാങ്ങിക്കാനുള്ള ഒരു തിരക്കെന്തായിരുന്നു അത് വാങ്ങിക്കാൻ. അതായത് അന്ന് ഭക്ഷണത്തിന് വേറെ വകയില്ല. അതുപോലെ അതെ അത് തിളപ്പിച്ച് ഇതങ്ങനെ ഈ കപ്പ വരുന്നത് ഭയങ്കരമാണത്. അത് വാങ്ങിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആൾക്കാർ സഞ്ചിയായിട്ട്. സഞ്ചിക്കകത്താണല്ലോ എല്ലാ സാധനങ്ങൾ മേടിച്ചു പോണ കാലഘട്ടം അത്.